തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് തന്നെയാണ് അടുത്ത തർക്കവും മൂത്തത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള 113 ഇലക്ട്രിക് ബസ്സുകൾ നഗരപരിധിയിൽ മാത്രമേ ഓടിക്കാവൂ എന്ന് ചുമതലയേറ്റയുടൻ BJP മേയർ VV രാജേഷ് ആവശ്യപ്പെട്ടു. ബസ്സുകൾ കോർപ്പറേഷന് തിരികെ തരാമെന്നും കൊണ്ടുപോയി എവിടെ വേണമെങ്കിലും ഓടിച്ചോളൂ എന്നും മന്ത്രി KB ഗണേഷ് കുമാറും. കരാർ പാലിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും ബസ്സുകൾ തിരിച്ചെടുക്കാൻ പ്ലാനില്ലെന്നും പറഞ്ഞ് മേയർ തൽക്കാലം തലയൂരി. വടികട്ടാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ കടുകഠോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനേ ഗതികെട്ടൊരു വട്ടന് വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ ബസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള തിരക്കുള്ള സമയങ്ങളിൽ ഈ 113 ബസ്സുകളും നഗരപരിധിയിൽ ഓടണം. അതിനുശേഷമുള്ള സമയത്ത് അത് മറ്റുള്ള സബ് അർബൻ ഏരിയ നഗരപരിധിയുമായി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഓടാം. ഇതാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ. അത് ലംഘിച്ചിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു തന്നല്ലോ അല്ലേ? അവിടെ പറയാത്ത കാര്യങ്ങള് ഞാൻ പറഞ്ഞുതരാം. KSRTC ബസ്സിൽ കണ്ടക്ടറൊക്കെ വലിപ്പം ഡ്രൈവർക്കാണ്. അതിപ്പോ നിങ്ങൾ രണ്ടിനും കണ്ടാൽ തന്നെ അറിയാലോ. അതല്ലടാ പവറും. ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല. പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനും ഒക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട്. നെയ്യാറ്റിൻകര നെടുമങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് വിടാം. ഈ ഓട്ട് ടൈമിൽ അവർ ഉപയോഗിച്ചോട്ടെ. നെയ്യാറ്റിൻകര നെടുമങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് KSRTCക്ക് വാങ്ങിച്ചു വിടാമല്ലോ. ഈ ഇട റോഡുകളിൽ ചെറിയ ബസ്സല്ലേ പോകുള്ളൂ. ബസ് ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. നെടുമങ്ങാട് താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല. ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് ഈ കരാർ പാലിക്കണം. LDF ഗവൺമെൻറ്റിനോട് പറയുന്നത് LDF ഗവൺമെൻറ് ഒപ്പിട്ട കരാറാണ്. LDFിൻ്റെ നഗരസഭ ഭരിച്ചിരുന്നപ്പോഴാണ് കരാർ ഒപ്പിട്ടത്. അത് പാലിക്കണം. പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴെന്താ പറയുന്നതെന്ന് വെച്ചാൽ അതനുസരിക്കുക. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്. അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ. ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ ഒക്കത്തില്ല. ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേന്ന് കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കോ? എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ സ്ഥലവാടക തരേണ്ടി വരും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാടക തീരുമാനിക്കും. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100 1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല. 113 വണ്ടിക്ക് പകരം 150 വണ്ടി, അതിലധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു. പറഞ്ഞാൽ 24 മണിക്കൂർ പറഞ്ഞാൽ 24 മണിക്കൂറിൽ ഈ 150 വണ്ടിയും സിറ്റിയിൽ ഉണ്ടായിരിക്കും. ഇടയാളും തരവും നോക്കാതെ വെല്ലുവിളിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അണ്ണന് നാട്ടുകാർക്കിടയിലുള്ള വിലയും നിലയും കംപ്ലീറ്റ് പോവും. ഇവനെ ഒതുക്കിയില്ലെങ്കിലേ നമ്മുടെ ഉത്സവം കുളവാണ്. അങ്ങനെയാണെങ്കിൽ ആ 150 ബസ്സുകൾ ഇറക്കി നെയ്യാറ്റിൻകര നെടുമങ്ങാടും കട്ടപ്പനയൊക്കെ വിട്ടിട്ട് ഈ 113 സിറ്റിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. എന്നെ പോലും കാണണ്ട. CMDക്ക് ഒരു കത്ത് കൊടുത്തോളൂ. 24 hours വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും. ഡ്രൈവർ ഞങ്ങളതാണ്, കണ്ടക്ടർ ഞങ്ങളതാണ്, ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ്, വർക്ക്ഷോപ്പ് ഞങ്ങളതാണ്, എല്ലാം ഞങ്ങളതാണ്. ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും. സ്വരം എന്തായിരിക്കും നമുക്ക് പിരിയാം. ഇല്ല, നമ്മളൊന്നും ശരിയാകത്തില്ല. ഈ ജമ്മ ശരിയാകത്തില്ല. തർക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നുമല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത്. ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു. അടുത്ത സ്റ്റെപ്പ് പിന്നെ നോക്കാം. ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. വായിച്ചു നോക്കുക, പഠിക്കുക, പഠിച്ചിട്ട് മറുപടി പറയുക. എനിക്ക് പഠിക്കണം. നീ പഠിക്കണം. ഞാൻ പഠിക്കൂല. നീ പഠിക്കും. എനിക്ക് പഠിക്കണം. നീ പഠിക്കണം. BJP ഭരിക്കുന്ന നഗരസഭയും ഇടതു സർക്കാരും തമ്മിൽ ഇതുപോലെ തർക്കങ്ങളാണ് ഉടലെടുക്കുന്നതെങ്കിൽ കാണാൻ ഒരു ചേലുമുണ്ടാകില്ല. സഹകരിച്ച് പോകിൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.